ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് സ്പോക്കൺ ഹിന്ദിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് കടക്കാം. ഹിന്ദി സംസാരിക്കാൻ പഠിക്കാം. അതെനിക്കറിയാം, വോ മുജെ പതാ ഹെ. അതെനിക്കറിയാം, അത് വഹ്, മുജെ എനിക്ക്, പതാ ഹെ അറിയാം, പതാ ഹെ. പത ആൻഡ് പത്ത തമ്മിൽ വ്യത്യാസം ഉണ്ട്. ഒരാള് എന്നോട് ഡൗട്ട് ചോദിച്ചായിരുന്നു. പത എന്ന് പറഞ്ഞാൽ അറിയാം, പത്ത. പത്ത എന്ന് പറഞ്ഞാലാണ് ഇല. രണ്ട് താ കൂട്ടുമ്പാണ് പത്ത ആവുന്ന, അന്നേരം അത് ഇലയായിട്ട് മാറും. പത വെറും പതയാണെങ്കിൽ അത് അറിയാന്നുള്ളത്. നമുക്ക് അവരോട് ചോദിക്കാം. ഹം ഉൻസെ പൂച്ച് ലേത്തെ ഹെ. ഹം ഉൻസെ പൂച്ച് ലേത്തെ. ഹം എന്ന് പറഞ്ഞാൽ നാം, നമുക്ക്. ഉൻസെ അവരോട്, പൂച്ച് ലേത്തെ ഹെ എന്ന് പറഞ്ഞാൽ ചോദിക്കാം. ഹം പൂച്ച് ലേങ്കെ അങ്ങനെയും പറയാം കേട്ടോ. ഹം പൂച്ച് ലേങ്കെ, ഹം ഉൻസെ പൂച്ച് ലേങ്കെ, നമുക്ക് അവരോട് ചോദിക്കാം. ഹം ഉൻസെ പൂച്ച് ലേത്തെ ഹെ അല്ലെങ്കിൽ പൂച്ച് ലേങ്കെ. എന്താ ഒരാൾക്കൂട്ടം? കൈസി ഭീഡ് ഹെ. കൈസി ഭീഡ്. ഭീഡ് എന്ന് പറഞ്ഞാലാണ് ആൾക്കൂട്ടം, തിരക്ക് പിടിച്ച സ്ഥലം. അതിനൊക്കെയാണ് നമ്മൾ ഭീഡ്. ഭീഡ് മേ മത് ജാവോ എന്ന് പറഞ്ഞാൽ എന്താ? ആൾക്കൂട്ടുള്ള സ്ഥലത്തേക്ക് അല്ലെങ്കിൽ തിരക്കുള്ള സ്ഥലത്തേക്ക് പോകരുത് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഭീഡ് മേ മത് ജാവോ എന്ന് പറയും. എന്താ ഒരാൾക്കൂട്ടം? കൈസി ഭീഡ് ഹെ. അല്ലെങ്കിൽ ഇതിനെ തന്നെ കിത്തനി ഭീഡ് ഹെ. എന്തൊരു ഭീഡാന്നുള്ളതിനെ എത്ര ഭീഡാന്നും ചോദിക്കാൻ പറ്റൂ കേട്ടോ. എത്ര തിരക്ക് അവിടെ അങ്ങനെ ചോദിക്കില്ലേ? അപ്പൊ കൈസി ഭീഡ് ഹെ എന്ന് ചോദിച്ചാലും ശരിയാണ്. കിത്തനി ഭീഡ് അങ്ങനെ ചോദിച്ചാലും ഇത് ശരി തന്നെയാണ്. ഭീഡ് എന്ന് പറഞ്ഞാൽ ആൾക്കൂട്ടം. കുറെ നാളായി അവനെ കണ്ടിട്ട്. ബഹുത് ദിൻ ഹോ ഗയാ ഉസേ മിൽക്കർ. ബഹുത് ദിൻ. ബഹുത് എന്ന് പറഞ്ഞാല് കുറെ. ദിൻ നാളായി. നാള് ദിവസം, ദിവസത്തിന് നാളതിനൊക്കെ ഒന്ന് എന്താ പറയാ? ഹോ ഗയാ അത്രയും നാളായി. ഉസേ മിൽക്കർ അവനെ കണ്ടിട്ട്. ഉസേ എന്ന് പറഞ്ഞാൽ അവനെ, മിൽക്കർ കണ്ടിട്ട്. അവനെ കണ്ടിട്ട് ഏറെ നാളായി അങ്ങനെ പറയുമ്പോ എന്താ പറയാ? ബഹുത് ദിൻ ഹോ ഗയാ ഉസേ മിൽക്കർ. നേരെ തിരിച്ചും പറയാ ഉസേ മിൽക്കർ ബഹുത് ദിൻ ഹോ ഗയാ. അവനെ കണ്ടിട്ട് കുറെ നാളായി, അല്ലെ കുറെ നാളായി അവനെ കണ്ടിട്ട്. രണ്ട് പത്തിരുത്ത് പറഞ്ഞാലും ശരിയാണ്. അവൻ എന്നോട് ചെറിയ പിണക്കത്തിലാണ്. വോ മുസെ തോടാ നാരാശ്. വോ അവൻ, മുസെ എന്നോട്, ചെറിയ, തോട പിണക്കത്തിലാണ്. നാരാശ്. നാരാസ് എന്ന് പറഞ്ഞാല് പിണക്കം, നാരാസ്. വോ മുസെ തോട നാരാസ്. വോ മുസെ തോട നാരാസ് എന്ന് പറഞ്ഞാൽ അവൻ എന്നോട് ചെറിയ പിണക്കത്തിലാണ്. ഡേ ടു ഡേ സംസാരിക്കാൻ പറ്റിയ സെന്റൻസുകൾ മാത്രമാണ് സെലക്ട് ചെയ്തിടുന്നത് ഇപ്പം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് പറഞ്ഞ് പഠിക്കണം കേട്ടോ. എല്ലാം നമുക്ക് ശരിയാക്കാം. ഹം സബ് കുച്ച് ഠീക് കരേംഗെ. ഹം നമ്മൾ, അല്ലെങ്കിൽ നമുക്ക്. സബ് കുച്ച് എല്ലാം. സബ് കുച്ച് എന്ന് പറഞ്ഞാണ് എല്ലാം. ഠീക് കരേംഗെ എന്ന് പറഞ്ഞാൽ എന്താ? ശരിയാക്കാം. എല്ലാം നമുക്ക് ശരിയാക്കാം. ഹം സബ് കുച്ച് ഠീക് കരേംഗെ. ഇതില് വേർഡ് ബൈ വേർഡ് മീനിങ് എടുക്കുമ്പം ഇത് ആ ഒഴുക്കിൽ വരില്ല കേട്ടോ. കാരണം ഹിന്ദിയുടെ സ്ലാങ് സെപ്പറേറ്റും മലയാളത്തിന്റെ സ്ലാങ് സെപ്പറേറ്റ് ആണ്. അപ്പം ചിലതൊക്കെ നമുക്ക് മാച്ചിങ് വേർഡ്സ് വെച്ചിട്ട് സെന്റൻസ് ആക്കാനേ പറ്റുള്ളൂ. ഹം സബ് കുച്ച് ഠീക് കരേംഗെ, നമുക്കെല്ലാം ശരിയാക്കാം. പ്രശ്നങ്ങൾ ധാരാളമുണ്ട്. ബഹുത് സാരി സമസ്യായേ ഹെ. പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ സമസ്യ. ധാരാളമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ധാരാളം എന്ന് പറഞ്ഞാൽ ബഹുത് സാരി. ബഹുത് സാര പ്രോബ്ലം. സാരി സാരാന്ന് പറയട്ടെ. ബഹുത് സാരി സമസ്യായേ ഹെ മീൻസ് വളരെയധികം പ്രശ്നങ്ങളുണ്ട്, ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അറിയാലോ, വളരെയധികം പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാൽ ബഹുത് സാരി സമസ്യായേ ഹെ. അവനാണ് അതിന് യോഗ്യൻ. വോ ഇസ്കെ യോഗ്യ ഹെ. ഇപ്പൊ ആർക്കെങ്കിലും എന്തോ ഒരു അവാർഡോ അല്ലെങ്കിൽ ഒരു സമ്മാനോ അല്ലെങ്കിൽ ഒരു പ്രശംസ വസ്ത്രമോ കിട്ടുമ്പോൾ നമ്മൾ പറയുമോ അവൻ അതിന് യോഗ്യനാ. അപ്പൊ എങ്ങനെയാ പറയാ? വോ ഇസ്കെ യോഗ്യ ഹെ. അവൻ ഇതിന് യോഗ്യനാണ്. അവൻ ഇതിന് യോഗ്യനാണ് എന്നാല് അവന് മീൻസ് അർഹിക്കുന്നത് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ആ സമയത്താണ് നമ്മൾ ഈ സെന്റൻസ് ഉപയോഗിക്കുക. അവനാണ് അതിന് യോഗ്യൻ. വോ ഇസ്കെ യോഗ്യ ഹെ. എന്നെ ഉറുമ്പ് കടിച്ചു. മുജെ ചീട്ടി കാട്ടിലിയ. മുജെ എന്ന് പറഞ്ഞാൽ എന്നെ. ചീട്ടി എന്ന് പറഞ്ഞാൽ ഉറുമ്പാണ് കേട്ടോ. ചീട്ടി. ചീട്ടി എന്ന് പറഞ്ഞാൽ ഉറുമ്പ്. കാട്ടിലിയ കടിച്ചു. ആര് കടിച്ചാലും നമുക്ക് കാട്ടിലിയ എന്ന് പറയാം. കുത്ത കാട്ടിലിയ എന്ന് പറയാം. ബന്ദർ കാട്ടിലിയ അങ്ങനെയും പറയാം. എന്താണോ കടിക്കുന്നത് അതിന്റെ പേരെടുത്തിട്ട് കാട്ടിലിയ എന്ന് പറയാം. മുജെ ചീട്ടി കാട്ടിലിയ, എന്നെ ഉറുമ്പ് കടിച്ചു. വിഷമുള്ള പാമ്പാണോ? ക്യാ യേ ജഹരീല സാംബ് ഹെ.
സാമ്പ് ഹെ ക്വസ്റ്റ്യൻ ആണ്. ക്യാ ക്യാ എന്ന് പറഞ്ഞാൽ ക്യാ ഇവിടെ കണ്ടാൽ അത് ക്വസ്റ്റ്യന്റെ ഒരു രൂപത്തിൽ വരുമ്പോഴാണ് ഉപയോഗിക്കുക. ഇത് ജഹരീല സാമ്പ് ഹെ, വിഷമുള്ള പാമ്പാണോ. ജഹരീല എന്ന് പറഞ്ഞാൽ വിഷമുള്ള, സാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പ്. സാമ്പ് ഹെ പാമ്പാണോ. ക്യാ യേ ജഹരീല സാമ്പ് ഹെ, ക്വസ്റ്റ്യൻ ഇട്ടതുകൊണ്ടാണ് സാമ്പാണോ എന്നായത് കേട്ടോ. സാമ്പ് എന്ന് പറഞ്ഞാൽ പാമ്പ്. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അസ്പത്താൽ ലേ ഗയ. അവരോട് പോയി എന്ന് വെച്ചാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ഇത് പറയാം അസ്പത്താൽ ലേ ഗയ. അവനെ അസ്പത്താൽ കൊണ്ടുപോയി എന്ന് പറയണമെങ്കിലോ ഉസ്സേ അസ്പത്താൽ ലേ ഗയ. അവരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പറയണേ ഉന്നെ അസ്പത്താൽ ലേ ഗയേ. ഓക്കെ, ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്ന് മാത്രം പറയണമെങ്കിൽ അസ്പത്താൽ ലേ ഗയ. അസ്പത്താൽ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ, കൊണ്ടുപോകുന്നതിന് പറയുന്നതാണ് ലേ ഗയ. കൊണ്ടുവരികയാണെങ്കിൽ ലേ ആയ. ഓക്കെ, ലേ ഗയ ലേ ആയ രണ്ടും ഓപ്പോസിറ്റ് ആണ്. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ആംബുലൻസ് ബുലായ ഹെ. ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്, ആംബുലൻസ് ബുലായ ഹെ. ബുലാന എന്ന് പറഞ്ഞാൽ വിളിക്കുക, ആംബുലൻസിന് ആംബുലൻസ് തന്നെയാണ് പറയുക. ഓക്കെ, ആംബുലൻസ് ബുലായ ഹെ, ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. ചിലപ്പം ആരെ അസുഖമൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ നമ്മൾ പറയില്ലേ ആംബുലൻസ് വിളിച്ചോ, അപ്പൊ ആംബുലൻസ് വിളിച്ചിട്ടുണ്ട് അങ്ങനെ പറയാ, ആംബുലൻസ് ബുലായ ഹെ, ആംബുലൻസ് വിളിച്ചിട്ടുണ്ട്. പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം എല്ലാവരും, പറഞ്ഞു പഠിക്കണം. പറഞ്ഞു മാത്രമേ ഭാഷ പഠിക്കാൻ പറ്റുള്ളൂ. ഇതെത്ര നീണ്ട വരിയാണ്. ഈ കിത്തനി ലംബി ലൈൻ ഹെ, ഈ കിത്തനി ലംബി ലൈൻ ഹെ, ഇതെത്ര നീണ്ട വരിയാണ്. കിത്തനി ലംബി എത്ര നീണ്ട, ലൈൻ എന്ന് പറഞ്ഞാൽ വരിയാണ് കേട്ടോ. ഇത് എത്ര എന്നുള്ളതാണ് കിത്തനി, നീണ്ട ലംബി ലൈന് വരിയാണ്. ഇത് എത്ര നീണ്ട വരിയാണ്. കിത്തനി ലംബി ലൈൻ ഹെ, കിത്തനി ലംബി ലൈന്. അതെത്ര വലിയ വരിയാണ് എന്ന് ചോദിക്കാൻ എങ്ങനെയാ, വ കിത്തനി ലംബി ലൈന്. അത് എന്ന് പറയുമ്പോ വഹാവും, ഇത് എന്ന് പറയുമ്പോ യഹാവും കേട്ടോ. മധുരം അല്പം കൂടിപ്പോയി, മിഠാസ് കുച്ച് ജ്യാദാ ഹെ. മധുരത്തിന് പറയാ മിഠാസ് എന്നാണ്. മിഠാസ് എന്ന് പറഞ്ഞാൽ മധുരം, അല്പം എന്ന് പറഞ്ഞാൽ കുച്ച് തോടാ ബോത്ത്. ഓക്കെ, കൂടിപ്പോകുന്നതിനാണ് പറയുന്നത് ജ്യാദാ ഹെ. കുച്ച് ജ്യാദാ ഹെ എന്ന് പറഞ്ഞാൽ എന്താ, അല്പം കൂടിപ്പോയി. ഓക്കെ, മിഠാസ് കുച്ച് ജ്യാദാ ഹെ എന്ന് പറഞ്ഞാൽ മധുരം അല്പം കൂടിപ്പോയി, കുച്ച് ജ്യാദാ ഹെ. ഇന്ന് ഏതാ ദിവസം, ആജ് കോൺസാ ദിൻ ഹെ. ഇന്ന് ഏതാണ് ദിവസം, ആജ് കോൺസാ ദിൻ ഹെ. കോൺസ എന്ന് പറഞ്ഞാൽ ഏത്. ഓക്കെ, കോൻ എന്ന് പറഞ്ഞാൽ ആരെന്നും, കോൺസ എന്ന് പറഞ്ഞാൽ ഏതും എന്നാണ്. ഇത് തമ്മിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം കേട്ടോ. കോൻ ആര്, കോൺസ ഏത്. ഓക്കെ, ആജ് കോൺസ ദിൻ ഹെ, ഇന്ന് ഏതാണ് ദിവസം. ഏത് ദിവസം എന്ന് വെച്ചാൽ തിങ്കളാഴ്ചയാണോ വ്യാഴാഴ്ചയാണോ വെള്ളിയാഴ്ചയാണോ അങ്ങനെ ചോദിക്കാം. അല്ലെങ്കിൽ ഡേറ്റ് വെച്ച് നോക്കാം, 1-ാം തീയതിയാണോ 2-ാം തീയതിയാണോ അങ്ങനെ ചോദിക്കുമ്പോൾ ഏതാ ദിവസം ചോദിക്കും. അവന്റെ കല്യാണം ഉറപ്പിച്ചു, ഉസ്കി ഷാദി തൈ ഹുയി. ഉസ്കി ഷാദി എന്ന് പറഞ്ഞാൽ അവന്റെ ഷാദി. ഷാദി സ്ത്രീലിംഗ ആയതുകൊണ്ടാണ് ഉസ്കി എന്ന് പറയുന്നത് കേട്ടോ. ഉസ്കി ഷാദി തൈ ഹുയി. തൈ കർണ എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുന്നതിനാണ് പറയാ, പറഞ്ഞുറപ്പിക്കില്ലേ, എന്തെങ്കിലും തീരുമാനം എടുക്കുക അല്ലെങ്കിൽ പറഞ്ഞുറപ്പിക്കുക, അന്നേരമൊക്കെ നമുക്ക് തൈ കിയ എന്ന് പറയാം. ഇവിടെ കല്യാണം ഉറപ്പിച്ചു, തൈ ഹുയി. ഉസ്കി ഷാദി തൈ ഹുയി എന്ന് പറഞ്ഞാൽ അവന്റെ കല്യാണം ഉറപ്പിച്ചു. അമ്പലത്തിൽ വെച്ചാണ് കല്യാണം, ഷാദി മന്ദിർ മേ ഹെ. ഷാദി എന്ന് പറഞ്ഞാൽ കല്യാണം, മന്ദിർ എന്ന് പറഞ്ഞാൽ അമ്പലം, അമ്പലത്തിൽ വെച്ചാണ്, മന്ദിർ മേ ഹെ, ഷാദി മന്ദിർ മേ ഹെ എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ വെച്ചാണ് കല്യാണം, ഷാദി മന്ദിർ മേ ഹെ. ഇനി ആരുടെയും കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നിങ്ങളോട് ആരെങ്കിലും ഇവിടുന്ന കല്യാണം ചോദിച്ചാൽ ഷാദി മന്ദിർ മേ ഹെ അങ്ങനെ തന്നെ പറയണം കേട്ടോ. പബ്ലിക്കലി നിങ്ങൾ പറഞ്ഞു പഠിക്കണം. അപ്പം അധികം ഹിന്ദി അറിയാത്തത് കൊണ്ടല്ല, പറയാനുള്ള നാണം കൊണ്ടൊക്കെയാണ് നമ്മൾ സംസാരിക്കാതെ ആയി പോകുന്നത്. ഇതിൽ നാണിക്കാനൊന്നുമില്ല, ഓരോ ഭാഷ പഠിക്കുന്ന ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കണക്ക് കൂട്ടുക. ഏത് ഭാഷയാണെങ്കിലും. വറുത്തതും പൊരിച്ചതും കഴിക്കേണ്ട, തലാ ഭുന ഭോജൻ ന കരേ. തലാ ഭുന ഭോജൻ എന്ന് പറഞ്ഞാല് വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണമൊന്നും കഴിക്കേണ്ട. ഭോജൻ എന്ന് പറഞ്ഞാൽ ഭക്ഷണം. ഓക്കെ, ഭക്ഷണം കഴിക്കേണ്ട. ഭോജൻ ന കരേ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കേണ്ട. തലാ ഭുന, തല എന്ന് പറഞ്ഞാല് വറുത്ത് കോരില്ല, എണ്ണയിൽ വറുത്ത് കോരുന്നതിനെ തല. ഭുന എന്ന് പറഞ്ഞാല് ഈ എണ്ണയിൽ ഇങ്ങനെ വഴറ്റി ഉണ്ടാക്കുന്നതിനാ പറയുന്നത്. അപ്പൊ മൊത്തത്തിൽ മലയാളത്തിൽ മീൻ എടുക്കാം, വറുത്തതും പൊരിച്ചതും. ഇവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്, യഹാ നെറ്റ്വർക്ക് ബഹുത് കം ഹെ. യഹാ ഇവിടെ, നെറ്റ്വർക്ക് ബഹുത് കം ഹെ, നെറ്റ്വർക്ക് വളരെ കുറവാണ്. യഹാ നെറ്റ്വർക്ക് ബഹുത് കം ഹെ, ഇവിടെ നെറ്റ്വർക്ക് വളരെ കുറവാണ്. ഇതും നമ്മൾ
ഡെയിലി ഒരു 10 പ്രാവശ്യമെങ്കിലും പറയുന്നതായിരിക്കും അല്ലേ? കാരണം എല്ലാ വീട്ടിലും പോയി നോക്കിയാൽ നമുക്കറിയാൻ പറ്റും നെറ്റ്വർക്കിന്റെ പ്രോബ്ലം കൊണ്ട് എന്തൊക്കെ വർക്ക് നമുക്ക് ഡിലേ ആയി പോകാറുണ്ടെന്നുള്ളത്. യഹാ നെറ്റ്വർക്ക് ബഹുത് കം ഹൈ. അപ്പൊ ആവശ്യം വരുന്നിടത്തൊക്കെ ഇങ്ങനത്തെ സെന്റൻസ് പഠിച്ചു വെച്ചിട്ട് നിങ്ങൾ ഉപയോഗിക്കണം. ഓക്കെ, എന്നാലേ ഇത് പഠിച്ചു കിട്ടുള്ളൂ. നീ എന്തെങ്കിലും ഒന്ന് പറയൂ. തും കുച്ച് തോ ബോലോ, തും കുച്ച് തോ ബോലോ. നീ എന്തെങ്കിലും ഒന്ന് പറയൂ. തും കുച്ച് തോ ബോലോ. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ സിമ്പിൾ സെന്റൻസസ് ഞാൻ ഇടാം. അതിന്റെ മലയാളം നിങ്ങൾ എന്നെ എഴുതി അറിയിക്കാൻ തയ്യാറാണെങ്കിൽ. അപ്പൊ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾ എന്നെ കമന്റിലൂടെ അറിയിക്കണം. കുഞ്ഞു കുഞ്ഞു സെന്റൻസുകളോ വേർഡ്സ് ഒക്കെ എഴുതിയിടാം ഹിന്ദിയിലുള്ള. അതിന് താല്പര്യമുള്ളവരൊക്കെ അതിന്റെ റിപ്ലൈ എഴുതിയിടുക. അപ്പം എനിക്ക് ചെക്ക് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എത്ര മനസ്സിലാവുന്നുണ്ട്, ഏത് ലെവലിൽ എത്തിയിട്ടുണ്ട് നിങ്ങൾ സംസാരിക്കാൻ കേട്ടോ. സംസാര ഭാഷ മാത്രമാണ് നമ്മളിവിടെ പഠിക്കുന്നത്. എന്റെ വയറ് നിറഞ്ഞു. മേരാ പേറ്റ് ഭർ ഗയാ. മേരാ പേറ്റ് ഭർ ഗയാ എന്ന് പറഞ്ഞാൽ എന്റെ വയറ് നിറഞ്ഞു. ഓക്കെ, പേറ്റ് എന്ന് പറഞ്ഞാൽ വയറ്, ഭർ ഗയ എന്ന് പറഞ്ഞാൽ നിറയുന്നതിനാ പറയാ. എന്തെങ്കിലും പാനി ഭർ ഗയ എന്ന് പറഞ്ഞാൽ എന്താ, വെള്ളം നിറഞ്ഞു. പേറ്റ് ഭർ ഗയ വയറ് നിറഞ്ഞു. മേരാ എന്റെ, മേരാ പേറ്റ് ഭർ ഗയ എന്റെ വയറ് നിറഞ്ഞു. ഇപ്പം ഭക്ഷണമൊക്കെ അമ്മ കൂടുതൽ വിളമ്പി തരുമ്പോൾ അമ്മയോട് പറയാം, മമ്മി മേരാ പേറ്റ് ഭർ ഗയ, അമ്മ എന്റെ വയറ് നിറഞ്ഞു. എന്നെ കൊണ്ടാവില്ല, മേ നീ കർ സക്ത. കുട്ടികളൊക്കെ പറയില്ലേ, എന്തെങ്കിലും ചെറിയ പണിയൊക്കെ പറയുമ്പോൾ എന്നെ കൊണ്ട് പാവില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് മടി പിടിച്ചിട്ടായിരിക്കും അവരാവില്ല എന്ന് പറയുന്നത്. മേ നീ കർ സക്ത. ഒന്നുകിൽ അവർക്ക് മടി പിടിച്ചാലും പറയാ. പിന്നെ ചിലരൊക്കെ ഉണ്ട് അവർക്ക് ചെയ്യാൻ പറ്റാത്ത ജോലിയായിരിക്കും, വലിയ ഭാരം പിടിച്ച ജോലിയൊക്കെ അവരെ കൊണ്ട് പറ്റില്ല, അവർക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ള ആളോട് നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ എന്നെ കൊണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അത് മടി കൊണ്ടല്ല, അവർക്ക് പറ്റില്ല അതിന്, അല്ലെ. മേ നെഹീം കർ സക്ത, മേ രണ്ടോ സിറ്റുവേഷനിലും നമുക്കിത് പറയാം. മേ നെഹീം കർ സക്ത എന്നെ കൊണ്ട് ആവില്ല. ഞാൻ പെട്ടുപോയി, മേ ഫസ് ഗയ. ഓക്കെ, എന്തെങ്കിലും റിലേഷനിലൊക്കെ നമ്മൾ വന്ന് അറിയാതെ ചാടിപ്പോവില്ലേ, റിലേഷനിലോ എന്തെങ്കിലും ഓഫറൊക്കെ തരുമ്പോൾ നമ്മൾ അതിൽ പോയിട്ട് അങ്ങ് പെട്ടുപോകുന്നതാ. അപ്പൊ അതിന് പറയുന്ന ആണ് മേ ഫസ് ഗയ. ഫസ് ഗയ എന്ന് പറഞ്ഞാൽ നമ്മൾ അകപ്പെട്ടു പോവുക, അറിയാതെ ചതിക്കുഴിയിലൊക്കെ വീഴില്ലേ, ആ സന്ദർഭങ്ങളിൽ ഉപയോഗിക്കാം മേ ഫസ് ഗയ, നമ്മൾ പെട്ടുപോയി. ധാരാളം വെള്ളം കുടിക്കൂ. ഖൂബ് സാര പാനി പിയോ. ഖൂബ് സാര എന്ന് പറഞ്ഞാൽ ധാരാളം, വെള്ളം, പാനി, കുടിക്കൂ, പിയോ. ഖൂബ് സാര പാനി പിയോ, ധാരാളം വെള്ളം കുടിക്കൂ. ഖൂബ് സാര പാനി പിയോ എന്ന് പറഞ്ഞാൽ ധാരാളം വെള്ളം കുടിക്കൂ. ഇത് കുട്ടികളോടൊക്കെ നിത്യവും പറഞ്ഞു കൊടുക്കുക വീട്ടില്. കുട്ടികൾ അച്ഛനോടും അമ്മയോടും പറയാം. ഓക്കെ, ഖൂബ് സാര പാനി പിയോ. ഇത് വീട്ടിൽ പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കുകയും ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ. എല്ലാവർക്കും വീഡിയോ മനസ്സിലാവുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു.